2020 സ്വാഗതം ചെയ്യാൻ ഫ്ലവേഴ്സിന്റെ മ്യൂസിക്കൽ 2020 ഫ്ലവേഴ്സ് ന്യൂ ഇയർ ബ്ലാസ്റ്റ് ഡിസംബർ 28 ശനിയാഴ്ച രാത്രി 7 മണി മുതൽ. വെന്യൂ സേക്രഡ് ഹാർട്ട് കോളേജ് തേവര. ഫോർ ടിക്കറ്റ്സ് ലോഗ് ഓൺ ടു www.flowersTV.in/tickets. ചിന്നമ്മ അടികുഞ്ഞി പെണ്ണമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം കുക്കുമ്മ പടപാണ്ടി താളം കുടമാറ്റം കാണാൻ അരയാലിൻ മേലം വിളി. നന്നായിട്ട് പാടി. വെരി ഗുഡ്. താങ്ക് യു സർ. സ്വരമൊക്കെ നീ കലക്കിയിട്ട്. സംഗീതം ശരണ ചരണ പങ്കജങ്ങൾ തേടി അലകുന്നു താപസീഗീതം ശീതലാസ്യം സരസമധുര സുശരങ്ങളേകും അമൃതപുളികം പ്രണയ പരിതരാഗം ഹൃദയ തരളം മലതി കുഞ്ചമാ. സീതക്കുട്ടി ഒരു വലിയ ചലഞ്ചുമായിട്ടാണ് വന്നത്. ഒരു 90% വരെ ഓക്കെ. ഈ പാട്ട് എടുത്തതിനുള്ള ധൈര്യത്തിന് ഒരു നല്ല കൈ. മീനുട്ടി പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പോയില്ലേ? പോയപ്പോഴത്തേക്ക് ഒരു ആക്ഷൻ കാണിച്ചു. കണ്ടു ഞാൻ അങ്ങോട്ട് നടന്നു പോയപ്പോ ഇങ്ങനെ കാണിച്ചു. ഇല്ല ചേട്ടാ, അങ്ങനെയല്ല പറഞ്ഞു. എന്റെ മോൾ അങ്ങനെയല്ല പറഞ്ഞു. പിന്നെ പാടും ഷുവറാണ്. പിന്നെ പാടുന്ന കൊച്ചിനെ എന്തിനാ കൊഞ്ഞനം കാട്ടി കാണിച്ചില്ല. കാണിച്ചു. നീ നന്നായിട്ട് പാടും ഇങ്ങനെ. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ച, നന്നായിട്ട് പാടും എന്നാ ഉദ്ദേശിച്ച. അത് മര്യാദക്ക് പാടിക്കൊണ്ട് വന്നാ. കാരണം ഇവള് അവിടെ ഇരുന്നോണ്ട് തെറ്റണേ 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 തെറ്റണേ. അങ്ങനെയല്ല. കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. കാര്യങ്ങളൊക്കെ ഗംഭീരമായി. നന്നായി പാടി. രാജാ സാറിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. വറുത്തപ്പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ, വറുത്തപ്പച്ചരി ഇടിച്ചു തള്ളുന്ന മിടുക്കി പാത്തുമ്മ, നിന്റെ ചിരട്ടപ്പുട്ടിന്റെ സ്വാദ് നോക്കണ ദിവസം എന്നാണ്. മിടുക്കി പാത്തുമ്മ തന്നെ അടിച്ച് പൊളിച്ചു കേട്ടാ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചേഞ്ച് ഓവേഴ്സ് ഒക്കെ കറക്റ്റായിട്ട് അത് റിമെമ്പർ ചെയ്ത് കൃത്യമായിട്ട് അവിടെ എക്സിക്യൂട്ട് ചെയ്യും. ഈ കിളിത്തായി മുല്ല പൂത്തത് പോലൊരു പിക്കിരി പെണ്ണാണ്, കൊക്കിനാൽ മരനെ കൊത്തിപ്പേറുക്കുന്ന തുത്തമ്മ പെണ്ണാണ്. പച്ചടി വരുമല്ലേ? അതാണ് 1 കിലോമീറ്റർ അല്ല. പിന്നെ അവിടുത്തെ അനുവിന് തരികിടയാകുമ്പോഴത്തേക്ക് പാടാൻ പറ്റുന്നത് തകതകിടയാകുമ്പോഴത്തേക്ക് പാടാൻ പറ്റും. പാടുപെട്ടു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു. ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ സ്വപ്നത്തിൻ താമര പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി, നീലത്താമര മിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു. ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. എന്റെ ഭാവനാരസാലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി, എന്റെ ഭാവനാരസാലവനത്തിൽ വന്നു ചേർന്നൊരു വനമോഹിനി. വർണ്ണസുന്ദരമാം താലങ്ങളേന്തി വന്യപുഷ്പജാലം നിറയായി നിന്നെ വരവേൽക്കുവാനായി ഒരുങ്ങി നിന്നു. ആ ആ ആ ആ ആ ആ
പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. പ്രേമചിന്തതൻ ദേവനന്ദനത്തിലെ പൂമരങ്ങൾ പൂത്തരാവിൽ പ്രേമചിന്തതൻ ദേവനന്ദനത്തിലെ പൂമരങ്ങൾ പൂത്തരാവിൽ നിന്റെ നർത്തനം കാണാനൊരുങ്ങി നിന്നെ കാത്തു നിന്നു ചാരേ നീലാകാശവും താരകളും. ആ ആ ആ ആ ആ ആ എന്റെ സ്വപ്നത്തിൻ താമരപ്പൊയ്കയിൽ വന്നിറങ്ങിയ രൂപവതി നീലത്താമരമിഴികൾ തുറന്നു നിന്നെ നോക്കി നിന്നു ചൈത്രം നിന്റെ നീരാട്ടു കണ്ടു നിന്നു. പ്രേക്ഷക മനം കവർന്ന കൊച്ചു കൂട്ടുകാരുടെ അപൂർവ സംഗമവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വെൽക്കം ടു QTWD സോ പ്രസൻസ് ജോസ്കോ ജ്വല്ലേഴ്സ് ഫ്ലവേഴ്സ് ടാപ്പ് സിംഗർ പവർഡ് ബൈ മിൽമ നെയ്യർ ധാത്രി ദീദി ഡെയിലി ഹെർബൽ ഷാംപൂ KSFE. അഴകിന്റെ വർണ്ണ കാഴ്ചയൊരുക്കി നമ്മുടെ സ്വന്തം ജഡ്ജസ്. വെൽക്കം MG അങ്കിൾ, അനു ചേച്ചി, വിധുമാമൻ. ടോപ്പ് സിംഗറിൽ 1ാം സമ്മാനം ലഭിക്കുന്ന വിജയിക്ക് തുളസി ഡെവലപ്പേഴ്സ് നൽകുന്ന 50 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ്, 2ാം സമ്മാനം കിവി ഐസ്ക്രീം നൽകുന്ന 15 ലക്ഷം രൂപ. പാട്ടിന്റെ പൊന്നിൻ കണികകളുമായി നമ്മുടെ സ്വന്തം സ്നേഹക്കുട്ടി എത്തുന്നു. വെൽക്കം സ്നേഹ ഓൺ സ്റ്റേജ്. മേക്കപ്പളുങ്കുകൊണ്ട് മാനത്ത് കോട്ട കെട്ടി നിന്നെ ഞാൻ കൊണ്ടുപോകും. ആഹാ മിന്നൽ മിഴിച്ചു നിന്ന് മാറത്തെ ചേല കൊണ്ട് നിന്നെ ഞാൻ മൂടി വെക്കും. ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് സ്നേഹക്കുട്ടി ഡാൻസ് ചെയ്യുന്നത് കാണുന്നത്. മോളിൽ കാണാൻ പറ്റിയ ഒരു കാര്യം ഇംപ്രൂവ്മെന്റ്. പൂത്തിരി നിന്റെ കയ്യിൽ പൂത്തിരി എങ്ങും പൊട്ടിച്ചിരിക്കുന്ന വിഷുപ്പുലരി. എനിക്ക് പാടിയ ഓരോ കുനു കുനു സംഗതികളും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നിയത് ശ്രുതി ചേർന്നു. സ്നേഹ സ്റ്റാർ ഒക്കെ ചാടിക്കിടന്നു വന്നല്ലോ. ഹായ് ഓറഞ്ച് ഊട്ടി. ഓ ഹലോ മാം. ഓറഞ്ച് അല്ല ഓറഞ്ച് അല്ലേ ഇന്ന്? അത് ഓറഞ്ചാണോ? പീച്ച് പീച്ച്. പിന്നെ എന്തിനാ അങ്ങനെ വിളിച്ചേ? പീച്ചി ഓറഞ്ചാ. അത് കണ്ണാടി വെക്കാത്തതിന്റെ പ്രശ്നമുണ്ടോ? ഇത് വയസ്സ് ഒന്നും കണ്ണാടി, സോറി, ആരും ഒന്നും വിചാരിക്കരുത്. കണ്ണാടി ഉണ്ട് അനു ചേച്ചിക്ക്, അതുകൊണ്ട് അത് വെക്കാത്തത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടാണ്. പലപ്പോഴും ഇവിടെ നമ്പറൊക്കെ എഴുതി തെറ്റി ഒക്കെ പോവാറുണ്ട്. ഞാൻ മാത്രമേ കാണാറുള്ളൂ. പോട്ടെ ചേച്ചി പോട്ടെ. പീച്ചിന് ഓറഞ്ച്. അപ്പൊ ഇത് പീച്ച് ഓറഞ്ച് ഫാമിലി. എന്റെ മോൾ ഇട്ടിരിക്കുന്ന ഏത് കളറാണ്? വെളുപ്പ്, കറുപ്പ്. പാട്ട് പാടുമ്പോ അത് കേക്കട്ടെ. കറുപ്പത്താ എനക്ക് പിടിച്ച കളറ് അവൻ കണ്ണ് രണ്ടു എന്ന മഴക്കും 1000 watts പവറ്. കറുപ്പത്താ എനക്ക് പിടിച്ച കളറ് സാമി കറുപ്പത്താ സാമി ചെറിയ കറുപ്പത്താ യാന കറുപ്പത്താ
தான் அசத்தும் கருப்பு தான் தன காடன் தன காடன் தன காடன் ஏடன் தன காடன் தன காடன் தன காடன். தேங்க்யூ. கருப்பு தான் எனக்கு பிடிச்ச கலரு. இதுல வந்து அண்ணனோட ஷர்ட்ல கூட கருப்பு இருக்கு. அதுதான் பாக்கலையா? பார்த்தோம். எனக்காக இன்னைக்கு ஸ்ரீஏட்டன் வந்து கருப்பு, ஆ, எம்ஜே ஏட்டன் வந்து கருப்பு பேண்ட், ஆ, எல்லாரும் கருப்பு. கருப்பு. நான் வந்து கருப்போட கருப்பு. என்னோட சின்ன குயில் இல்லையா, இந்த நம்ம சின்ன குயில் மீனுட்டி, என்னோட குழந்தை. அவரு வந்து ஏது கலர் போட்டானாலும் அவரு ரொம்ப அழகியா இருக்கு. இவருக்கு என்னமோ ஆச்சு, இவருக்கு என்னமோ ஆச்சு. പറ്റിയിട്ടില്ല. അഴകി അതാണ്. സ്നേഹുടി എന്തോ ഏതാണ് പാട്ട്? ഞാനിന്ന് ഗിരീഷ് പുത്തഞ്ചേരി സാർ റൗണ്ടിൽ പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും തണ്ടടക്ക് എൻ നെഞ്ചകത്തെ തങ്കനില താമരപ്പൂ. ദാസരവാടിയല്ലേ ഇത്? ചിത്രരേച്ചി പാടിയ വേർഷനാ ഞാൻ പഠിച്ചത്. ആണോ? വേറെ വേർഷൻസ്. ഒരു സിംഗർ തെറ്റിച്ച് പാടി. സുധീവേട്ടൻ പറഞ്ഞതാ കേട്ടോ, തള്ളാണോന്ന് പറഞ്ഞൂടാ. വൈശാഖ് സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് തന്നെ എനിക്കറിഞ്ഞൂടാ, നീ അങ്ങനെ ഒന്നും പാടിയിരിക്കരുത്. അപ്പൊ വേണ്ട, അസലായിട്ട് പാടണം കേട്ടോ. All the best. താങ്ക് യു. 1 2 3 4
മണിക്കുട്ടി എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു വെരി ഗുഡ്. സർ. നല്ലൊരു കൈഡി കൊടുക്കാം. നന്നായിട്ട് പാടി. വെരി ഗുഡ്. പക്ഷെ ചില കള്ളത്തരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടുപിടിച്ചു. എന്താണ്? തുണ്ടുപല്ലവിയില് ഫുള്ളായിട്ട് പാടണം. അപ്പൊ അവിടെ വെറുതെ ഇങ്ങനെ നിന്നിട്ട് ഞങ്ങളെ നോക്കി ചിരിച്ചോണ്ടിരിക്കുകയല്ലേ? അതായത് നമ്മള് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ള രീതിയിൽ നമ്മളെ നോക്കി ഇങ്ങനെ. അപ്പൊ പാട്ടിങ്ങനെ പൊക്കോണ്ടിരിക്കുക. പാട്ടിന്റെ അവരിങ്ങനെ വായിച്ചോണ്ടിരിക്കുകയാണ്, അവർക്ക് നിർത്താൻ പറ്റൂലല്ലോ. ഓർക്കസ്ട്ര ഇങ്ങനെ വായിച്ചോണ്ടേ ഇരിക്കുന്നു. ഇവിടെ ഇങ്ങനെ ഈ സൈറ്റ് സീയിങ് ഒക്കെ നോക്കുന്ന പോലെ, മറ്റേ എന്താണ് ബോട്ടിൽ യാത്ര പോകത്തില്ലേ, യാത്ര പോകുമ്പോ സൈഡിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് പോകുമല്ലോ. അപ്പൊ അങ്ങനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പോകണം. ഇവിടെ വായിക്കണ ആ പോർഷനൊക്കെ വിട്ട് പാടിയതൊക്കെ നന്നായിരുന്നു. എക്സെപ്റ്റ് ഒരു സ്ഥലത്ത് ആ ഒരു പോയിന്റ് എനിക്ക് മനസ്സിലായില്ല. അനുപല്ലിയുടെയും ചരണത്തിന്റെയും തുടക്കം ഫസ്റ്റ് ലൈനിന്റെ ഒരു ക്ലാരിറ്റി എനിക്ക് വരാനുണ്ട്. അതൊന്ന് പഠിക്കുമോള്. 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ച എൻ ഗുരുനാഥനല്ലേ, അന്തിക്കിരുട്ടിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാളമല്ലേ. 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ച എൻ ഗുരുനാഥനല്ലേ. ആ ഗ്ലൈഡ് കറക്റ്റായിട്ട് പാടണമായിരുന്നു മോള്. അങ്ങനെ എടുത്തപ്പോഴത്തേക്ക് അത് നോട്ടാണോ അത് ഗ്ലൈഡാണോ എന്നുള്ള ഒരു സംഭവത്തിന് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് വന്നു അവിടെ. ഇപ്പോഴാണ് ഒന്നുകൂടെ ക്ലിയർ ആയത്. നന്നായിട്ട് പാടി. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്. ചൊല്ലി പഠിപ്പിച്ച എൻ ഗുരു എന്ന് വന്നാ പോയി. പഠിപ്പിച്ച എൻ ഗുരു, എൻ ഗുരു, പഠിപ്പിച്ച എൻ ഗുരുനാഥൻ, അതറിയരുത്. പഠിപ്പിച്ച എൻ ഗുരുനാഥനല്ലേ. 51 അക്ഷരം ചൊല്ലി പഠിപ്പിച്ച എൻ ഗുരുനാഥനല്ലേ. അത് തന്നെ. അത് ചരണം എന്താണ്? കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പോൾ തോളിൽ ഉറങ്ങിയതും കർക്കിടക്കാറ്റിലെ കോട മഴയത്ത് കൂടെ ഇറങ്ങിയതും. കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പം കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പം തോളിൽ ഉറങ്ങിയതും. കർക്കിടക്കാറ്റിലെ കോട മഴയത്ത് കൂടെ ഇറങ്ങിയതും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പം മനസ്സിലായില്ലേ, ഒരു ചെറിയ ഇതാണ്. പക്ഷെ അത് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു ബ്യൂട്ടി വേറെയാണ്. അപ്പം കാര്യങ്ങളൊക്കെ ഗംഭീരമായി, നന്നായി പാടി. രാജാ സാറിന്റെ മനോഹരമായിട്ടുള്ള ഒരു പാട്ടാണ്. അതിൽ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് ആ മെയിൽ വെർഷനിൽ ശരിക്കും ഈ പാട്ട് ഒരു മെയിൽ അല്ലേ, ഒരു മെയിൽ വെർഷൻ കമ്പോസിങ് ആണ് എനിക്ക് തോന്നുന്നത്. അത് പൂ കുങ്കുമപ്പൂ തുന്നിനെറ്റി തന്നനെറ്റി. അപ്പൊ ഒരു വെയിറ്റ് വരുമ്പോഴത്തേക്ക് അതിന് ഇപ്പൊ ഗിരീഷ് എഴുതിയിരിക്കുന്നതിനകത്തും അത് വളരെ ക്ലിയർ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അത് എങ്ങനെ ഒരു മെയിൽ വോയിസിന് ആ വോയിസ് എങ്ങനെ അതിന്റെ ഫുൾ ടോണാലിറ്റിയിൽ വിളി വരണമെന്നുള്ള രീതിയിലാണ് അദ്ദേഹം എഴുതിയിരുന്നത്. പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും, എന്താണ് ചെമ്പകപ്പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ, എല്ലാം ഓപ്പൺ ലൈനാണ്. പുഞ്ചിരിക്കും ചെമ്പകപ്പൂ. അതായത് ഒരു മെയിൽ വോയിസിന്റെ ശബ്ദം ഫീമെയിലിനും ഓക്കെയാണ്, എന്നാലും കൂടുതൽ മെയിൽ ഡോമിനേഷനാണ് അതിനകത്ത് കാണുന്നത്. മെയിൽ ഡോമിനേറ്റഡ് സോങ് ആണിത്. അപ്പം മോള് ചിത്രയുടെ വേർഷൻ എടുത്ത് പാടി നന്നായി, ടോട്ടലി നന്നായിരുന്നു മോളെ. ചില സ്ഥലങ്ങളൊക്കെ വളരെ എക്സലന്റ് ആയിട്ട് പാടി. Keep it up. God bless you. എനിക്ക് പെട്ടെന്ന് ഈ സിനിമയിലെ സീൻസാണ് എനിക്ക് ഓർമ്മ വന്നത്. സത്യനന്ദിക്കാട് സാറിൻ്റെ സിനിമയല്ലേ, അതില് ഭരത് ഗോപി സാറും അതുപോലെ നമ്മുടെ ക്രിയേറ്റ് ലാലേട്ടനും കൂടെ അച്ഛനും മകനായിട്ട് ആക്ട് ചെയ്തതാണ് അല്ലേ? അതാണ് അത് ഞാനിങ്ങനെ ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ചേട്ടൻ പറഞ്ഞത് മെയിൽ സോങ് ആണ്. കാരണം മകന് അച്ഛനെ കുറിച്ചുള്ള ചിന്തകളാണ് ഈ പാട്ടിൽ. 51 അക്ഷരം എന്താണ് ചൊല്ലിപ്പഠിപ്പിച്ച ആരാണ്? അച്ഛനാണ്. അച്ഛനെ പറ്റിയാ പറയുന്നത്. പിന്നെ അടുത്ത ലൈൻ അന്തിക്കിരുട്ടിലെ വെട്ടം തെളിയിച്ച കൈത്തിരി നാഥനല്ലേ. നാളമല്ലേ. അതാരാണ്? അച്ഛനാണ്. ഇനി ചരണം അച്ഛൻ. അടുത്ത ചരണം കാവിലെ ഉത്സവം കാണുവാൻ പോകുമ്പം തോളിൽ ഉറങ്ങിയതും. തോളിലുറങ്ങിയ ഓർമ്മയില്ലേ? പിന്നെ അവള് തോളത്തെ അവള് മോഹൻലാലിന്റെ തോളത്തായിരുന്നു ഒപ്പത്തില്. പിന്നെ കർക്കിടക്കാറ്റിലെ കോടമഴയത്ത് കൂടെ ഇറങ്ങിയതും. കൂടെ അതാണ് കൂടെയൊക്കെ പിടിച്ച് എന്റെ മോളെ ഞാൻ ഇങ്ങനെ കൊണ്ടുപോയ ഓർമ്മ എനിക്ക്. അപ്പൊ അച്ഛനും മകനും അല്ലെങ്കിൽ അച്ഛനും മോളും തമ്മിലുള്ള ഒരു അതാണ് അച്ഛൻ എന്ന് പറയുന്നത് എന്താണെന്നാണ് ഈ പാട്ടിൽ പറയുന്നത് കേട്ടാ. അപ്പൊ ആ നോട്ട് ചേട്ടൻ പറഞ്ഞത് അത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് വരണം. ചരണത്തിന്റെ തുടക്കം, പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള പോർഷൻ ഉണ്ടല്ലോ,
തരാരിതാരിരി തരരാരരാ. ആ സംഗതി കറക്റ്റ് പാടും. ഉണ്ണി പൊന്നുണ്ണി വിളിയായതും തും തും ആ. ആ താളം പിടിക്കും വിരലായതും അമ്മയില്ലാത്ത നൊമ്പരമാക്കും അച്ഛന്റെ നന്മയല്ലേ. അത് അച്ഛന്റെ നന്മയല്ലേ നേരത്തെ പാടിയപ്പോ ഒത്തിരി നന്മയുണ്ടായിരുന്നു. സംഗീതത്തിന്റെ നന്മ കൊണ്ടുവന്നു. ആരാണ്? നമ്മുടെ സ്നേഹകുട്ടി. അവിടെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേട്ടോ. ആ പാടിയതെല്ലാം ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഇടയ്ക്ക് എന്തോ ഒന്ന് രണ്ട് നോട്ട്സ് മാത്രം അങ്ങോട്ട് അത്രേ ഉള്ളൂ. പക്ഷെ പാടാതിരുന്ന പ്രശ്നമാണ് പറഞ്ഞത്. പാടാതിരുന്നതിലുള്ള പ്രശ്നമാണ് നമ്മൾ ചൂണ്ടിക്കാണുന്നത്. അതാണ്. ആഹാ കള്ളക്കുട്ടിയാണ്. അയ്യേ അല്ല മിണ്ട, അവളെ ഇടയ്ക്ക് കയറി പാടിയാല് നമ്മൾ മനസ്സിലാക്കും തെറ്റിയെന്ന്. അത് ഓർക്കസ്ട്രയുടെ തലയിൽ ഇരുന്നോട്ടെ, എന്നിട്ട് സൈറ്റ് സീയിങ്. നിങ്ങളെന്താ വെറുതെ വായിച്ചോണ്ടിരിക്കുന്നതെന്ന് ഞാനാണെങ്കിൽ ഞാൻ ഓർത്ത് അങ്ങനെ രാജാ സാർ ചെയ്യാൻ ബീജിയത്തിലൊന്നും ഒന്നുമില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചത് എന്ത് വല്ല ഏതെങ്കിലും ഒരു ലീഡ് ഇൻസ്ട്രുമെന്റ് അവിടെ വിട്ടുപോയതാണോ എന്താണെന്ന് വിചാരിച്ചു. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് പല്ലവി മറന്നുപോയതാണെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ കള്ളിക്കുട്ടി നമ്മളെ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചു അല്ലേ? ചുമ്മാ പറഞ്ഞടാ. ഭയങ്കര നേരത്തെ സൂര്യ മഹാദേവൻ ജെന്റിൽ മാൻ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ജെന്റിൽ കുട്ടിയാണ് നമ്മുടെ സ്നേഹക്കുട്ടി. എപ്പോഴും ആ ഇന്നസെൻസ് ഇങ്ങനെയുണ്ട്. അത് എപ്പോഴും അങ്ങനെ നിൽക്കട്ടെ. ഇനി ഒത്തിരി വലുതായിരുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും വലുതാവരുത്, ഇങ്ങനെ തന്നെ മതി. ഇനി വലുതാവണ്ട കേട്ടോ. ആ സംഗീതത്തെ വലുതായിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ സ്നേഹക്കുട്ടി. അതുപോലെ ഒരൊറ്റ പോയിന്റ് കൂടെ പറയാൻ ഞാൻ ആഗ്രഹിച്ചു. അതായത് ഇപ്പൊ ഇതിന്റെ ആദ്യത്തെ ട്യൂണില്ലേ കുറച്ചുകൂടെ ക്യൂട്ടായിട്ട് പാടിയത് നന്നായിരിക്കും തോന്നുന്നു. അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പൊ നമ്മൾ ഓപ്പൺ പൂ ഒരുപാട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിന്റെ സുഖം പോവും അല്ലേ? പൂ പൂ ആ ഗ്ലൈഡില്ലേ അത് സുഖമായിട്ട് കൊടുക്കാം. പൂ കുങ്കുമപ്പൂ തന്നരിത്തേ തന്നന പൂ കുങ്കുമപ്പൂ പുഞ്ചിരിക്കും ചെമ്പകപ്പൂ. ഇപ്പൊ പാടിയത് നേരത്തെ പാടിയതെന്ന് നല്ലത് കേട്ടോ. അത് കുറച്ചും കൂടെ ക്യൂട്ടായിട്ട് അത് പാടാൻ ശ്രദ്ധിക്കുക. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ ഒന്നും കൂടുതലായിട്ട് ചേർക്കാനില്ല. ഓക്കെ റൈറ്റ്. താങ്ക് യു സർ. ഒരുപാട് സന്തോഷമായിട്ടോ സ്നേഹ. താങ്ക് യു. ലാസ്റ്റ് ഫ്യൂ സോങ്സ് അത്ര നമുക്ക് ചിന്തിച്ച രീതിയിൽ പാടാൻ പറ്റിയില്ല അല്ലേ? പക്ഷെ ഈ പാട്ടിൽ തിരിച്ച് കിട്ടി, നമ്മുടെ സ്നേഹ കിട്ടി. ആ ഒരു വോയിസിന്റെ ഒരു ബ്രൈറ്റ്നെസ്സും വാണിമാൻ്റെ ഫീലും. എനിക്കത് എപ്പോഴും വാണിമാൻ്റെ ഒച്ചയാണ് കേൾക്കുന്നത് സ്നേഹയുടെ വോയിസിൽ. അതെന്താണ് അറിയില്ല. എന്നാലും വളരെ മനോഹരമായിട്ട് പാടി പല സ്ഥലങ്ങളിൽ കേട്ടോ. അനുപല്ലവിയാണ് എനിക്ക് തോന്നി. അത് അതിന്റെ റിപ്പീറ്റഡ് നോട്ട്സ് ആണ് കുറച്ച് പ്രശ്നമായിരുന്നു. പക്ഷെ ചരണത്തിൽ പാടിയപ്പോൾ അത് അസലായിട്ട് പാടി. ഓക്കെ. അതല്ലാതെ ബാക്കി സ്റ്റാർട്ടിങ് ആ ഒരു കട്ട്, അതിന്റെ ഒരു ഫീൽ അല്ലേ, അത് അസാധ്യമായിരുന്നു കേട്ടോ. ഈ പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അഫ്കോഴ്സ് രാജാ സാറിന് ഒരുപാട് ഈ ഹിന്ദോളം മധുകൗൺസിന്റെ മിക്സിൽ ഒരു പല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് തരാവോ ശ്രുതി? நான் தேடும் செவந்தி பூவிது ஒரு நாள் பார்த்து அந்தையில் பூத்தது பூவோ இது வாசம் பூவோ மினி காதல் தேசம் பூவோ இது வாசம் பூவோ மினி காதல் தேசம் நான் தேடும் செவந்தி பூவிது ஒரு நாள் பார்த்து அந்தையில் பூத்தது. ഇങ്ങനെ പൊത്തി വെച്ച മല്ലിക മുട്ട് പൊത്തി വെച്ച് കട്ട വിട്ട് പേശി പേശി രാശിയാനതേ മാമൻ പേര് ചൊല്ലി ചൊല്ലി നാളാനതേ ரொம்ப നാളാനതേ പൂ കുങ്കുമപ്പൂ തെഞ്ചിരിക്കും ചെമ്പകപ്പൂ നെഞ്ചകത്തെ തങ്കനില തങ്കനപ്പൂ. അപ്പൊ ഇതൊക്കെ സ്നേഹാന് വേണ്ടിയാണ്. സൂപ്പർ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. യുവർ ബാക്ക്
കമ്മിങ് ബാക്ക് ടു ഫുൾ ഫോം. Thank പെട്ടെന്ന് ഫുൾ ഫോം വരട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു മാം. സ്നേഹക്കുട്ടി എന്തോ കലക്കി, നന്നായിട്ട് Thank you. നല്ല സെലക്ഷൻ സോങ്ങിന്റെ. രാജാ സാറിന്റെ ഒരു പ്രത്യേക ആ ഒരു മെലഡിയും റിതമും ഒക്കെ കൂടെ ഒരുമിച്ച് പോകുമ്പോൾ ഇങ്ങനെ ഒരു പ്രത്യേക ഫീൽ തരുന്ന ഒരു കോമ്പോസിഷൻ സ്റ്റൈലുണ്ട് അദ്ദേഹത്തിന്റെ. പല ഡിഫറെന്റ് സ്റ്റൈൽസും ഇഷ്ടം പോലെ ഡിഫറെന്റ് ജോണേഴ്സ് ചെയ്തൊരു മ്യൂസിക് ഡയറക്ടറാണ്, ഒരു ലെജൻഡ് ആണെങ്കിലും ഇങ്ങനത്തെ കുറേ പാട്ടുകൾ ചെയ്തിട്ടുണ്ട് അല്ലേ. നമ്മളുടെ ഇവിടുത്തെ ജോൺസൺ മാസ്റ്ററിനെ പോലെ ഒരു മണ്ണിന്റെ മണമുള്ള ഫോക്കിഷ് കുറേ ട്യൂൺ അല്ലേ, അങ്ങനത്തെ കുറേ കോമ്പോസിഷൻസ് തന്നിട്ടുള്ള അത് തന്നെയായിരുന്നു ഈ ഒരു പാട്ടിനും അദ്ദേഹം ഫോളോ ചെയ്തിരുന്നത്. ആ തബലയുടെ ഇങ്ങനെ ആ സ്വിങ് നമുക്ക് സ്നേഹക്കുട്ടി ഇവിടെ പാടിയപ്പോഴും ഭയങ്കര എൻജോയ് ചെയ്ത് പാടുന്ന പോലെ എനിക്ക് തോന്നി. ഭയങ്കര പാട്ടിനെ കുറിച്ചൊന്നും ബോധേഡ് അല്ലാതെ ആ പാട്ടിൽ ഇൻവോൾവ് ആയി നല്ല ഹാപ്പി ആയിട്ട് പാടി. എന്നാൽ ചെറിയ ചെറിയ കുഞ്ഞി സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ ഓൾ ടുഗദർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ സൂപ്പർ. Snehakudi is going to be awarded a triple wow today. நானும் கரைய என்னோடு நீயும் கரைய ஒன்றாய் காதலோடு போகலாம். ഇഷ്ടപ്പെട്ടോ ഗ്രേഡ്? ഇഷ്ടപ്പെട്ടു. അതോ എക്സ്ട്രീം വേണോ? അത് മതി. അതോ ഞാനല്ലേ മനസ്സിലായി. സ്നേഹക്കുട്ടിക്ക് ഒരു കുക്കു കുട്ടി കൊടുത്തേ. Congratulations, you are awarded a triple wow. 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 സ്നേഹക്കുട്ടി സന്തോഷായില്ലേ? ആ. എന്നിട്ട് ടാറ്റാ.